ഓണാഘോഷം കേരളത്തിൽ മാത്രമാണ് എന്ന് പറയുന്നവരോടാണ് നിങ്ങൾ പ്രവാസ ലോകത്തെ ഓണാഘോഷം കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം പ്രവാസ ലോകത്ത് ഓണാഘോഷം ഡിസംബർ വരെയാണ്. എങ്ങനെയെന്നല്ലേ? കാരണം ഇങ്ങ് ഗൾഫില് ഓണം നവരാത്രിക്കൊപ്പവും ഓണം പെരുന്നാളിനൊപ്പവും ദീപാവലിക്കൊപ്പവും ക്രിസ്മസിനൊപ്പവും ന്യൂ ഇയറിനൊപ്പം വരെ ആഘോഷിക്കും. അങ്ങനെ എത്രയെത്ര ഓണാഘോഷങ്ങൾ ഇവിടെ വരാനിരിക്കുന്നു എന്നറിയോ? ഓഗസ്റ്റ് അവസാന വാരം തന്നെ ദുബൈയിൽ ഓണാഘോഷത്തിന് തുടക്കമായിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ വീക്കെൻഡുകളിലും ഓണത്തിനുള്ളത് മാത്രമാണ്. ഓണം ചെറിയൊരു ആഘോഷമല്ല നമ്മൾ പ്രവാസികൾക്ക്. നാട്ടിലെ എല്ലാത്തരം പച്ചക്കറികളും കൈത്തറിയും പൂക്കളും ഓണക്കാലത്ത് കടൽ കടന്നെത്തും. ഇങ്ങ് ഗൾഫിലെ ഓണം മാത്രം എന്തേ ഇങ്ങനെ നീളുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ: ഓണം അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഓരോ പ്രവാസിക്കും. ഓണം മനസ്സിരുത്തി ആഘോഷിക്കണമെങ്കിൽ ശനിയും ഞായറും വരണം ഇവിടെ ഗൾഫില്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൊതുവധി. മാസത്തിൽ ആകെ കിട്ടുന്ന ശനിയും ഞായറും ചേർന്ന് 8 ദിവസം ആഘോഷിക്കാനാണെങ്കിൽ ആയിരക്കണക്കിന് സംഘടനകളും കൂട്ടായ്മകളും ഇവിടെ ഗൾഫിലുണ്ട്. എല്ലാവരും കൂടി ആഘോഷിച്ച് തീരുമ്പോഴേക്കും ക്രിസ്മസും കഴിഞ്ഞ് വിഷു ആകുന്നതിൽ അതിശയമൊന്നുമില്ല. ഇനി ഗൾഫിലുള്ളവരോടാണ്, നിങ്ങളുടെ ഓണാഘോഷം കഴിഞ്ഞോ? അതോ 2 ദിവസം കഴിഞ്ഞാണോ 2 ആഴ്ച കഴിഞ്ഞാണോ? ഓരോരുത്തരുടെയും ഓണവിശേഷങ്ങൾ കമന്റായി പോന്നോട്ടെ.